ാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്ന ആകാംക്ഷ നമുക്കുണ്ടായിരുന്നു. അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. നിയുക്ത മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം ഇതാണ്: പൈലറ്റും എസ്കോർട്ടും ഒന്നും തനിക്ക് വേണ്ട, ഒഴികെ മറ്റു വാഹനങ്ങൾ, ആ പൈലറ്റും എസ്കോർട്ടും മാത്രം മതി, മറ്റു വാഹനങ്ങൾ തനിക്ക് വേണ്ട. യാത്ര പോകുമ്പോൾ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വി ഡി സതീശൻ ഇപ്പോൾ ഇറങ്ങുകയാണ് പിണറായി വിജയന്റെ വസതിയിൽ നിന്ന്. ഇരുവരും ചായ കുടിച്ച് പിരിഞ്ഞു, സൗഹാർദ്ദത്തോടുകൂടി പിരിഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ നിയുക്ത മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ഒറ്റ ഫ്രെയിമിൽ. ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച, ഏറ്റവും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം. ഒരുപക്ഷെ ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സൗഹൃദം അതേപടിക്ക് നിലനിൽക്കുമോ എന്ന് നമുക്കറിയില്ല. രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികമായും ഉണ്ടാകും. അതുകൊണ്ട് ഈ ഫ്രെയിം വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തെ സംബന്ധിച്ച്. ഫോൺ നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാണ് മാറ്റണത്? ഗവൺമെൻറ്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ് ഗവൺമെൻറ്റുകൾ. കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെൻറ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെൻറ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. അതിപ്പോൾ ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. തീർച്ചയായിട്ടും ഇത് മതി ശരി മതി പിന്നെ പറയാം ഇനി ഇദ്ദേഹത്തെ പോകാൻ അനുവദിച്ചു. ശരി, നിയുക്ത മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ കണ്ട് മടങ്ങുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ വാക്കുകളിലൂടെ വ്യക്തമാക്കി. സർക്കാരുകൾ തുടർച്ചയാണ്, അതുകൊണ്ട് സർക്കാർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളിൽ ഒരു വീഴ്ചയും വരുത്തില്ല. അതേസമയം തന്നെ കറക്ഷൻസ്, പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ച ഭാഗങ്ങളിൽ അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തും എന്നതിനപ്പുറത്ത് പദ്ധതികളെ പൂർണ്ണമായി എടുത്തു കളയുകയോ അത് നിർത്തിവെക്കുകയോ ചെയ്യുന്ന ഒരു നടപടി ഉണ്ടാകില്ല. സർക്കാരുകൾ തുടർച്ചയാണ്. അങ്ങനെ തുടർച്ചയല്ലെങ്കിൽ പിന്നെ കേരളം ഉണ്ടാകുമോ എന്ന് വി ഡി സതീശൻ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യവുമാണ്. ഏതായാലും പ്രതിപക്ഷത്ത് രാഷ്ട്രീയമുണ്ട്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കാൻ കഴിയില്ല. എങ്കിലും കേരളത്തിന്റെ ഭാവിക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളിൽ ഒപ്പം നിൽക്കാനുള്ള ആ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് താൻ വന്നിരിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ താൻ ക്ഷണിച്ചിട്ടുണ്ടെന്ന് കൂടി വി ഡി സതീശൻ പറഞ്ഞു. ഒരുപക്ഷെ ഏറ്റവും സുന്ദരമായ, അദ്ദേഹം ഇന്ന് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒന്നായി ഈ കൂടിക്കാഴ്ച മാറിയിട്ടുണ്ട്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.